പൈസയൊക്കെ ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാനും എന്റെ അച്ഛനും കൂടി പോയി കൊടുത്തതാണ്. പിന്നെ ഇവിടുത്തെ നാട്ടുകാർ പോയി കൊടുത്തതാണ്. എന്നിട്ട് അവരെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. വിളിച്ചു വരുത്ത അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി. എനിക്കാണെങ്കിൽ ഇവിടെ വരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. മേഡം സാറ് ഇവിടെ വെട്ടിയിട്ടുണ്ട് സാറേ, രണ്ട് കാൽ ഭാഗത്ത് വെട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഫുള്ളായി വെട്ടിയിട്ടുണ്ട്. അങ്ങനെ കമിഴ്ന്നിട്ടാണ് കിടക്കണത്. ബോഡി മൊത്തം ചോര ഫുള്ളായി അങ്ങോട്ട് താഴത്തേക്ക് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കണം. അറിയില്ല. അച്ഛൻ നെന്മാർക്ക് ക്ഷേമനിധി കെട്ടാൻ വരുന്ന സമയത്താണ് ഇത് ഉണ്ടായത്. ഞാൻ വിളിച്ചു, അച്ഛനെ കുറേ വിളിച്ചു, എടുത്തില്ല. പിന്നെ അങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴാണ് തുടക്കത്തിലെ പ്രശ്നമായിരുന്നു ചെന്താമറ എന്ന് പറയുന്ന ആള്. നിങ്ങൾക്ക് പ്രശ്നം എന്റെ അമ്മനെയും കൊന്നത് അത് 5 കൊല്ലം മുൻപ് എങ്ങനെയായിരുന്നു? അയാൾ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന ലൈറ്റ് ഒന്നും ഇടില്ല. നമസ്കാരം, ഡോക്ടേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പാലക്കാട് നെന്മാറയിലുണ്ടായ അതിഭീകരമായ ഒരു കൊലപാതകത്തിന്റെ കഥയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അതിഭീകരമെന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു വാക്കുകൾ ഈ കൊലപാതകത്തിന് ഉണ്ടാവില്ലെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. കൊലക്കേസ് പ്രതി ജാമ്യത്തിലിറങ്ങിയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. സുധാകരനെയും അമ്മ ലക്ഷ്മിയെയുമാണ് വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത്. സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടി കൊലപ്പെടുത്തിയ കേസിലാണ് ഇദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. 2019 ആ സംഭവം നടന്നിരുന്നത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന വൈരാഗ്യ ബുദ്ധിയാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ ഈ ബോഡി അവിടെ നിന്ന് മാറ്റുവാൻ കുറെ സമയമെടുക്കേണ്ടി വന്നു. ഇയാളെ പേടിച്ചിട്ടാണ് നാട്ടുകാർ ഇവിടെ കഴിഞ്ഞു പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ എപ്പോഴും അയാളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇയാളെ നേരിൽ കാണുന്നത് തന്നെ നാട്ടുകാർക്ക് ഭയമാണ്. പ്രതി ഈ കേസിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 മാസം ആകുന്നതേയുള്ളൂ. ഇതിന്റെ പേരിൽ ഈ സുധാകരനും മകൾ അഖിലയും കൂടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും നൽകിയിരുന്നു. തങ്ങൾക്കെതിരെ വധഭീഷണിയുണ്ടെന്ന് സുധാകരനും മകളും പോലീസ് സ്റ്റേഷനിൽ പോത്തുണ്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ വിളിപ്പിക്കുകയും ഇനി അങ്ങനെ തന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകില്ലെന്നും താൻ തമിഴ്നാട്ടിലേക്ക് ജോലി തേടി പോവുകയാണെന്നുമാണ് ഈ പ്രതി പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ വ്യക്തമായ കാരണങ്ങൾ എന്തെന്ന് വെച്ചാൽ, സുധാകരന്റെ ഭാര്യ സജിതയെ 2019 ഇയാൾ കൊലപ്പെടുത്തുന്നത്. ഇയാൾ കൊലപ്പെടുത്തിയ ശേഷം ജയിലിലായിരുന്നു. അതിനുശേഷം അവിടുന്ന് ജാമ്യം ലഭിച്ചാണ് ഇപ്പോൾ ഇദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഡിസംബറിൽ ജാമ്യം ലഭിച്ച ഇയാൾ ജാമ്യം ലഭിച്ച ശേഷവും ഈ 2 മാസം ചെന്താമര എന്ന പ്രതി അവിടെ ഇവരെ വെട്ടിക്കൊലപ്പെടുത്തുവാനായിട്ട് പദ്ധതികൾ പ്ലാനുകളും നെയ്ത് ഇരിക്കുകയായിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇയാളുടെ കയ്യിൽ ഒരു വടിവാൾ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ വടിവാൾ ഉണ്ടായിരുന്നു. ഈ വടിവാളും ഈ നാട്ടുകാരെ ഇയാൾ കാണിച്ചിരുന്നു. എന്റെ കയ്യിലുള്ള ഈ സാധനം, ഈ ആയുധം മതി എനിക്ക് എല്ലാം നടത്തുവാനെന്നും ഇദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സുധാകരൻ വീട്ടിൽ നിന്നും ക്ഷേമനിധി അടയ്ക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ബൈക്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ചെന്താമര അദ്ദേഹത്തെ വെട്ടുന്നത്. വെട്ടിയ ശേഷം കമിഴ്ന്നു വീണ സുധാകരന്റെ പുറം ഭാഗങ്ങളിലേക്ക് ഇദ്ദേഹം ആഞ്ഞു വെട്ടുകയും അതിനുശേഷം കൈകാലുകളിലേക്ക് പരിക്കുകൾ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സുധാകരൻ അവിടെ നിന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ഇതിന്റെ ശബ്ദം കേട്ട് ഓടി വന്ന ലക്ഷ്മിയമ്മ, 75 വയസ്സുള്ള ലക്ഷ്മിയമ്മയാണ് ഓടി വന്നത്. ശബ്ദം കേട്ടാണ് ലക്ഷ്മിയമ്മ ഓടിയെത്തുന്നത്. ആ സമയത്താണ് ചെന്താമര ലക്ഷ്മിയമ്മയെ കാണുന്നത്. അദ്ദേഹം ലക്ഷ്മിയമ്മയുടെ നേരെയും ഓടിച്ചെന്ന് വാൾ വീശുകയായിരുന്നു. അതിൽ വെട്ടേറ്റ് ലക്ഷ്മിയമ്മയെ ആ സമയത്ത് തന്നെ മരണമടഞ്ഞെന്നാണ് കേൾക്കുവാൻ സാധിക്കുന്നത്. ലക്ഷ്മി അമ്മയ്ക്ക് കുറച്ച് ജീവൻ ബാക്കിയുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വഴിയാണ് മരണപ്പെട്ടത്. ഇനി ബാക്കിയുള്ളത് ഒരു മകൾ മാത്രമാണ്. മൂത്ത മകളെ കല്യാണം കഴിച്ചു വിട്ടു. ഈ മകൾ ഇവിടെ താമസിക്കാറില്ലായിരുന്നു. ഇയാളെ പേടിച്ചിട്ട് ഈ മകൾ സ്വന്തം അമ്മയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടേക്ക് വരാറില്ലായിരുന്നു. അച്ഛൻ നിർബന്ധിച്ചാലും ഈ മകൾ ഇങ്ങോട്ട് വരാറില്ല. കടുത്ത വാക്കുകളാണ് ഈ മകൾ പോലീസുകാർക്ക് എതിരെ പ്രയോഗിക്കുന്നത്. നമ്മൾ കൊടുത്ത പരാതിയിൽ ഈ പോലീസുകാർ എന്തെങ്കിലും കേസ് ചാർജ് ചെയ്ത് ഇയാളെ അകത്താക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്നാണ് മകൾ ആക്ഷേപിക്കുന്നത്. അതിൽ കുറെ സത്യങ്ങളുമുണ്ട്. നമുക്ക് ആ മകളുടെ വാക്കുകളിലേക്ക് പോയിട്ട് വരാം. മോള് ഇത്
പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നോ മോള്? പരാതിയൊക്കെ ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാനും എന്റെ അച്ഛനും കൂടി പോയി കൊടുത്തതാണ്. പിന്നെ ഇവിടുത്തെ നാട്ടുകാരും പോയി കൊടുത്തതാണ്. എന്നിട്ട് അവരെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. വിളിച്ചു വരുത്താൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി. എനിക്കാണെങ്കിൽ ഇവിടെ വരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണം. അയാൾ എന്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്ത വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് ഈ പോലീസുകാർക്കൊന്നും മനസ്സിലാവാത്തത്. അവിടെയല്ലേ ഞാനും എന്റെ അച്ഛനും കൂടി വന്നത്. 29-ാം തീയതി ഡിസംബർ 29-ാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ. ഭീഷണിപ്പെടുത്തണ എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്റെ അച്ഛൻ ഇവിടെ വന്നതാ. എനിക്ക് പേടിയായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത്. ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ലേ എന്റെ അവസ്ഥ. പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് 4 വർഷം ഇരുത്തും. അതാണ് ഇവിടെ നടക്കണത്. എന്റെ അമ്മയ്ക്ക് അതല്ല അവസ്ഥ ഉണ്ടായത്. ഇപ്പൊ എന്റെ അച്ഛൻ അതന്നെയല്ലേ ഉണ്ടായത്. നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിലാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അയാളെ തൂക്കിക്കൊല്ല, അത് ചെയ്യും ഇത് ചെയ്യും. ഇവിടെയാണെങ്കിലും അയാൾക്ക് 4 കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം. ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ല. അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. അയാൾ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അങ്ങനെ വിടുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യില്ലാന്ന് അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നുണ്ട് പോലീസിൽ വന്ന് പറഞ്ഞത്. അതും വിശ്വസിച്ചിട്ട് വിട്ടയച്ച എന്റെ അച്ഛനും അച്ഛമ്മയ്ക്കായിട്ട് പോയത്. ഇനി എനിക്ക് ആരാ ഉള്ളത്? എനിക്ക് ഭീഷണി. അയാൾ ഇങ്ങനെ ഓരോരുത്തരുടെ കൊല്ല. അയാളുടെ ഭാര്യ പണക്കി പോയത് ഞങ്ങളുടെയാണല്ലോ ഇതാക്കണ്. അതിന് പറഞ്ഞ എനിക്ക് പേടിയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് ഞാനും അച്ഛനും കൂടെ 29-ാം തീയതി അടുത്ത ഡിസംബറിൽ പോയി കൊടുത്തതാണ്. അപ്പൊ അവർ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. എന്താ അന്വേഷിക്കണം? രാവിലെ അയാൾ വിളിച്ചിട്ട് 2 പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം. അപ്പൊ അയാൾ ചോദിക്കാണ് തമാശയിൽ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന്. ഇങ്ങനെ അയാൾ എന്ത് ടൂർ പോയി കളിക്കാണോ ജയിലില്? ഇങ്ങനെ ഓരോന്ന് കൊല്ലം അങ്ങനെ പോകുമ്പോ ജയിലിക്ക്. ഇങ്ങനെയാണ് അയാളുടേത്. ഇനി അയാളുടെ ജയിലിലേക്ക് കയറ്റാൻ തന്നെയല്ലേ നിങ്ങളും പോണത്? എന്താ ഇനി എന്നെയും കൂടി കൊന്നിട്ട് പോട്ടെ. എന്റെ കുടുംബത്തിനെയാണല്ലോ എല്ലാവർക്കും കണ്ണ്. മരിച്ച സുധാകരന്റെ മകൾ പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. വളരെ വേദനാജനകമായ വാക്കുകളാണ് ആ കുട്ടിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് കേൾക്കാനായത്. അതുപോലെ അയൽക്കാരും പറയുന്നത് ഇത് തന്നെയാണ്. ഇവനെ ഇനി വെറുതെ വിട്ടാൽ ഞങ്ങളെയും ഇവൻ കൊല്ലുമെന്ന് ഭീഷണിയുണ്ട്. അയൽക്കാരിൽ കുറെ സ്ത്രീകൾക്കെതിരെ ഇദ്ദേഹം ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കേസിൽ അദ്ദേഹത്തിന് സാക്ഷി പറഞ്ഞ ഒരാളുടെ നേരെയും ഇദ്ദേഹത്തിന് വധഭീഷണിയുണ്ട്. വളരെ പേടിയോടെയാണ് നാട്ടുകാരെല്ലാം അവിടെ കഴിയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജാമ്യ അപേക്ഷയിൽ പോലീസ് പറഞ്ഞിരുന്നു ഈ നാട്ടിലേക്ക് വരാൻ പാടില്ല, നാട്ടിലേക്ക് എത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇല്ല ഞാനെല്ലാം നിർത്തി, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടായി. ഈ കേസ് ഇവർ 29-ാം തീയതിയാണ്, ഡിസംബർ 29-നാണ് സുധാകരനും മകൾ അഖിലയും കൂടി കേസ് കൊണ്ടുകൊടുക്കുന്നത്. അവിടെ എത്തിയ ശേഷം പോലീസ് വിളിപ്പിക്കുകയും അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു. ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, നല്ല രീതിയിലാണ് പോകുന്നുള്ളൂ, എല്ലാവരും മാപ്പ് പറയാനാണ് എന്റെ തീരുമാനം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. പക്ഷേ ഇദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോവുകയാണെന്നും ചെന്താമര തിരിച്ച് നാട്ടിലെത്തിയത് പോലീസ് അറിഞ്ഞതുമില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമായതെന്നും നമുക്ക് അനുമാനിക്കാം. നമുക്ക് നാട്ടുകാരെന്താണ് പറയുന്നതെന്ന് കേട്ടു നോക്കാം. ആ ചേച്ചിനെ കൊല ചെയ്യുമ്പോഴും ഇതുപോലെ എല്ലാവരും നിരീക്ഷണം ചെയ്തിട്ടാണ് ആ ചേച്ചിനെ ആരും ഇല്ലാതെ സമയം നോക്കി കൊന്നത്. അയാൾ എതിർത്തൊന്നും ചെയ്തില്ല. അവര് എതിർക്കുകയാണെങ്കിൽ പിന്നെ ഈ ജാമീനെ ഇറക്കിയിട്ട് കൊണ്ടൊന്നും വീട്ടിലിരുത്തില്ലല്ലോ. അപ്പൊ ജാമീൻ ഇറക്കിയിട്ട് വന്ന് ആ വീട്ടിലിരുത്തി ഇപ്പൊ വീട് വൃത്തിയാക്കി അയാൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കാരണമാണ് അവന്റെ കുടുംബക്കാരനെ. മാനസിക അവന്റെ വീട്ടുകാര് ഒരു കുടുംബത്തിനെ ഫുള്ളായി നശിപ്പിച്ചു. മാനസിക രോഗിയാണെന്ന് പറയുന്ന വീട്ടുകാർ തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്നിരുത്തി. മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാനസിക ഒന്നും അല്ല, അത് ആൾക്കാർ പറയുകയാണ്. പറയുന്നത് എന്താണ്, അവന്റെ കയറ്റിയ വീട്ടിൽ അവൻ ഇരിക്കാണ്ട് എന്ത് ചെയ്യും? അതാണ് ഒരു പറച്ചില് വരുന്നത്. അപ്പൊ അവന്റെ വീട്ടിൽ അവൻ ഇരിക്കാണ്ട് എന്ത് ചെയ്യും എന്നാണ് പറയണത്. അപ്പൊ അവരുടെ വീട്ടുകാര് സഹായം, അമ്മ വരും, ഏട്ടൻ വരും, എല്ലാവരും. ഇത് ഏട്ടനെയും അമ്മനെയും പിടിച്ചപ്പോ അവനെയും കിട്ടും. അമ്മനെ ഇപ്പൊ പിടിച്ച് 4 കുത്തിയാ അവൻ എവിടെ ഉണ്ടെങ്കിലും മണി പോലെ പറയും. ആരുടെയും പ്രൊട്ടക്ഷൻ അവന്റെ വീട്ടിൽ എവിടെയില്ല. ആരുടെയും പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇയാൾ ഈ വേഗം ഇത്രയും ആൾക്കാരെ കണ്ടുപിടിച്ച് ഇയാൾ പോകേണ്ട ഒരു കാര്യമില്ല. ആരുടെയും സഹായം ഇല്ലാണ്ട് ഇയാൾ ഇപ്പൊ വേഗം രക്ഷപ്പെടുവോ? അയാളിനെ ഒരു തീരുമാനം അയാളിനെ ഇവിടെ എത്തിക്കണം. എത്തിച്ചൊരു തീരുമാനം അറിഞ്ഞിട്ട് അവര് പറയുകയാണ്, അല്ലാണ്ട് വേറെ ആരും പറയില്ല മാനസിക രോഗിയാണെന്ന്. ആ കുട്ടീനെ ആരും നോക്കും. അച്ഛനില്ല, അമ്മയില്ല, ആ ഒരു പെൺകുട്ടിയാണ്. എവിടെ ജീവിക്കും? ഇപ്പൊ ഈ കാലത്തെ പെൺകുട്ടികൾക്ക് എന്ത് ഇതാണ് ഉള്ളത്? ആ കുട്ടിക്ക് ഒരു വഴി കണ്ടെടുത്തിട്ട് മതി. ഡ്രൈവറാണ്. 2 ആഴ്ച കൂടുമ്പോ വരും. ഈ മകള് ഇയാൾ വന്നപ്പോ തൊട്ട് ഈ മകൾ അച്ഛനെ കാണാൻ അവിടെ വന്നിട്ടില്ല.
2 പെൺമക്കള്, ഒരു കുട്ടി കല്യാണം കഴിഞ്ഞു. നേരത്തെ ആ മോള് നമ്മളോട് സംസാരിച്ചപ്പോൾ അത് വിശദമാക്കുന്നുണ്ട്. ഈ ചെന്താമര എന്ന് പറയുന്ന അയാളെ പേടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാത്തതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒളിഞ്ഞു നോക്കും, പല ഘട്ടങ്ങളിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ടായിരുന്നു, ഭയപ്പെടുന്ന രീതിയിൽ നോക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോലും വരാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ ആ മോള് തന്നെ അതിദയനീയമായി നമ്മളോട് വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വെട്ടുകത്തിയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ സൂക്ഷിക്കുന്നത് അയാളുടെ തന്നെ വീട്ടുകാരുടെ അറിവോടുകൂടിയായിരിക്കും. മേഡം സാറേ, അയാളുടെ വീട് ഇവിടെയാണ്. അവിടെ വീട്ടിൽ ചേട്ടനും അമ്മയും താമസിക്കുന്നത് കുറച്ച് മുകളിലാണ്. അപ്പോൾ ഇയാൾ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇയാളെല്ലാം ചെയ്യുന്നത് ഈ വീട്ടിൽ വെച്ചിട്ടാണ് സംഭവം. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെയും കൂടെ വടിവാള് കാണിച്ചിട്ട് ഇതാണ് എന്റെ സെറ്റപ്പ്, ഇത് കണ്ടോ, ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു നാട്ടുകാരെ കാണിച്ചു. അത് അവിടെ സ്വന്തം അമ്മായി, ഇത് അവിടെ അമ്മായിയാണ്, ഈ പ്രതിന്റെ നിങ്ങൾ കണ്ട്. അതായത് വിനീത, ഇത് കാരണം ഇത് പ്രധാനപ്പെട്ടൊരു വെളിപ്പെടുത്തലായി മാറും. അതായത് ഈ സംഭവം നടക്കുന്നതിന് കൊലപാതകം ചെയ്തതിന് തൊട്ട് മുൻപായി അവിടെ തൊട്ടടുത്തുള്ള അയൽവാസികളെ അദ്ദേഹം കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, വടിവാള് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് പ്രബുദ്ധ കേരളത്തിലാണ് സംഭവിച്ചതെന്ന് നമ്മൾ ഓർക്കണം. എന്തായിരുന്നു അയാൾ കാണിച്ചത്? അയാൾ ഒരു വടിവാളായിരുന്നു കാണിച്ചത്. മുണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം എടുത്ത് കാണിച്ചപ്പോൾ ഇതൊക്കെ നീ എന്തിനാ കാണിക്കുന്നത്, നീ ഇത് വെച്ചോ, നീ നിന്റെ വീട്ടിലേക്ക് മിണ്ടാണ്ട് പോ എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് കൊലപ്പെടുത്താൻ വേണ്ടി കയ്യിൽ വെച്ചാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. ഇതും കൊണ്ട് നടക്കുകയാണെന്നാണ് പറയുന്നത്. അതും കൊണ്ട് നടക്കുകയാണ്. നാട്ടുകാരുടെ സംസാരങ്ങളും അവരുടെ പ്രതികരണങ്ങളും എല്ലാം നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഇദ്ദേഹത്തിന് ഇപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടുകാർ തന്നെയാണ്. ഈ ചെന്താമരയെ സംരക്ഷിക്കുന്നതും അദ്ദേഹത്തിന്റെ വീട്ടുകാരെന്നാണ് നാട്ടുകാർ ആക്ഷേപിക്കുന്നത്. ഈ ജാമ്യത്തിൽ ഇറക്കിയതും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. അതുപോലെ തന്നെ വീട്ടുകാരാണ് ഭക്ഷണം കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും. വീട്ടുകാർക്കെതിരെ ഇയാൾ ഒരു പ്രകോപനവും കാണിക്കുന്നില്ല. നാട്ടുകാരുടെ അഭിപ്രായത്തിൽ ഇയാൾ ഒരു മാനസിക രോഗിയാണെന്നാണ് പറയുന്നത്. പക്ഷെ മാനസിക രോഗിയുടെ ഒരു പ്രശ്നങ്ങളും അദ്ദേഹം സ്വന്തം വീട്ടുകാരോട് കാണിക്കുന്നില്ല. അയൽപക്കത്തുള്ള ആളുകളോട് മാത്രമാണ് ഇദ്ദേഹം കാണിക്കുന്നത്. സുധാകരന്റെ ഭാര്യയെ കൊല്ലുവാനുണ്ടായ കാരണം ഈ ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോയതിനു ശേഷമാണ്. സുധാകരന്റെ ഭാര്യ സജിത എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, തന്റെ ഭാര്യ പിണങ്ങിപ്പോയതുമൊക്കെ എന്നുള്ള സംശയത്തിന്റെ പേരിലാണ് അന്ന് സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടി കൊലപ്പെടുത്താൻ ഉണ്ടായ കാരണം. അദ്ദേഹം ഒരു സൈക്കോ ആണെന്നാണ് നാട്ടുകാരും എല്ലാവരും പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ തന്നെയാണ് എല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം പറയാനുള്ളത്. പിന്നെ പുറത്തുകൂടെ ആരെങ്കിലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ, നടന്നു കഴിഞ്ഞാൽ, പുതിയ ഡ്രസ്സ് ഇട്ട് നടന്നു പോയി കഴിഞ്ഞാൽ, ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ അദ്ദേഹത്തിന് സംശയങ്ങളാണ്. ഈ സംശയത്തിന്റെ പേരിലാണ് ഓരോരുത്തരെ നോട്ട് ചെയ്യുകയും അതിനെ അടിസ്ഥാനമായിട്ട് അദ്ദേഹത്തിനെ നോക്കുന്നത്, അദ്ദേഹത്തെ നോക്കി ചിരിക്കുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതുപോലെ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരമോ അതൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ അവർക്കെതിരെ കൊടുവാളെടുത്ത് നീങ്ങുന്ന രീതിയാണ് നാട്ടുകാർ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ പല പരാതികളും നാട്ടുകാർ റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഒരു ഫലം കാണാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഘട്ടത്തിൽ പോലീസും നാട്ടുകാരും ഒക്കെ കരുതിയിരുന്നത് പ്രാദേശികമായി തന്നെ ഈ നാട്ടിൽ തന്നെ ഒരു 3 കിലോമീറ്റർ റേഡിയസിൽ തന്നെ പ്രതി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ ഏതാണ്ട് 20 സംഘങ്ങളായും പോലീസ് 7 പേരടങ്ങുന്ന 4 സംഘങ്ങളായിട്ടും തിരച്ചിൽ വ്യാപിപ്പിച്ചത്. ഈ നെല്ലിയാമ്പതി മലനിരകളുടെ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ ഈ ഇതിനു പുറകിലുള്ള ഈ വയലിന്റെ ഇടങ്ങളിലും അവിടെ മറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലുമെല്ലാം കാടടച്ചുള്ള തിരച്ചിൽ തന്നെ പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയിരുന്നു, നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടത്തിയിരുന്നു. പക്ഷെ ആ തിരച്ചിലൂടെയൊന്നും ഈ പ്രതിയെ നിലവിലത്തെ സാഹചര്യത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഈ പ്രദേശം ഭൂപ്രകൃതി നന്നായി അറിയാവുന്ന പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തിന്റെ സഹോദരനെയും കൂട്ടി തിരുപ്പൂരിലേക്ക് ഒരു അന്വേഷണ സംഘം പോയിട്ടുള്ളത്. അവിടെ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കുന്നുണ്ട്. അവിടെ ചില ബന്ധുക്കളും മറ്റുമുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അവരുടെ വീടുകളും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും തിരച്ചിലുണ്ടാവുക. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ സംഭവം നടന്നിട്ടുള്ള ഇടത്തും ഇതിനോട് സമീപത്തുള്ള മേഖലകളിലുമെല്ലാം തിരച്ചിൽ സമാന്തരമായി തന്നെ ഊർജിതമാക്കുന്നുണ്ട്. ഒരേ സമയം തമിഴ്നാട്ടിലേക്ക് ഈ സംഘം പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. വലിയ രോഷം ഈ പ്രതിക്കെതിരെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഉയരുന്നുണ്ട്. കാരണം ആദ്യം ഈ വീട്ടിലെ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുക, സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തുക, അതിനുശേഷം ജയിലിൽ വെച്ച് കൃത്യമായ ആസൂത്രണം നടത്തി തിരികെ വന്ന് മറ്റൊരു കൊലപാതകം കൂടി നടത്തുക, ഒരു വീടിനെ സത്യത്തിൽ അനാഥമാക്കുക, ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അവരുടെ 2 മക്കളടക്കം പറയുന്ന പരാതി എന്ന് പറയുന്നത് ഈ പ്രതിയിൽ നിന്ന്
ഇവർക്ക് കൃത്യമായിട്ടുള്ള ചെന്താമരയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഭീഷണി തൻ്റെ പിതാവിനും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള പരാതികൾ അറിയിച്ചിട്ടും അത് വേണ്ടുന്ന തരത്തിൽ പോലീസ് ഗൗനിച്ചില്ല എന്നുള്ളൊരു ഒരു പരാതി കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധവും ഇവിടെ നമ്മൾ കണ്ടിരുന്നു. നെന്മാർ MLA കെ ബാബു എത്തിയ ശേഷമാണ് ആ പ്രതിഷേധത്തെ അവർക്ക് തണുപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിക്ക് ഒരു പരോൾ ലഭിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്തരത്തിൽ ക്രിമിനൽ മൈൻഡുള്ള അത്തരത്തിലുള്ള കൊലപാതകം ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞ പ്രതിക്ക് എങ്ങനെ പരോൾ ലഭിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എന്തായാലും തെരച്ചിൽ ഇപ്പോഴും അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്, വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ആലത്തൂർ DSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി വ്യാപകമായിട്ടുള്ള തിരച്ചിൽ, പല സംഘങ്ങളായി തിരഞ്ഞുകൊണ്ടുള്ള തിരച്ചിലാണ് നടത്തിയത്. എന്തായാലും പ്രതിയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം വളരെ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. വിജയ്, നമ്മൾ 2025 പിറന്ന ശേഷം പലതരം കൊലപാതകങ്ങളുടെയും കഥകളാണ് ഓരോ ദിവസവും നമുക്ക് കേൾക്കുവാനുള്ളത്. ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ നമുക്ക് കേൾക്കുവാനുള്ളൂ. പത്രങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ മാറിപ്പോകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെ, മറ്റ് അഡിക്ഷനുകളുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ചെന്താമര 4-5 വർഷം ജയിലിൽ കിടന്നിട്ടും ഇതിനൊരു പരിഹാരമായിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനോ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലോ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചിന്തകളിലോ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് അദ്ദേഹം ജയിലിൽ നിൽക്കുമ്പോൾ തന്നെ ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള കൊലപാതകമാണെന്നാണ് പറയാനുള്ളത്. നാട്ടുകാരും ഇത് തന്നെയാണ് പറയുന്നത്. അയാൾ ജയിൽ കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം ആസൂത്രണം ചെയ്തിട്ടാണ് ഇദ്ദേഹം നടന്നിരുന്നത്. 2 പേരെ കൂടിയും കൊല്ലുവാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. നാട്ടുകാരിൽ 2 പേരെയും കൂടെ കൊല്ലാനുള്ള ഒരു പ്ലാൻ ഇയാൾ ഇട്ടിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിന്റെ പേരിൽ അദ്ദേഹം ഈ 2 പേരെ കൊന്ന ശേഷം അടുത്തുള്ള ഫോറസ്റ്റിലേക്ക് കയറിപ്പോയി എന്നാണ് പറയുന്നത്. അവിടെ നാട്ടുകാരും പോലീസും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇതുവരെ അദ്ദേഹത്തെ ലഭിച്ചിട്ടില്ല. ഇനി തമിഴ്നാട്ടിലേക്ക് ആ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തെരച്ചിലാണ് പോലീസ്. നമ്മുടെ മനുഷ്യന്റെ ചിന്തകളും ചിന്താഗതിയും മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹം പോകുന്ന പോക്ക് വളരെ മോശമായിട്ടായിരിക്കും ഇനി നമുക്ക് കാണുവാൻ സാധിക്കുക. ചിന്തകളുടെയും മനസ്സിന്റെ ചാഞ്ചല്യങ്ങളെയും നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതിനൊരു കൺട്രോൾ, ഒരു കടിഞ്ഞാണില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വ്യക്തമായി പോകുമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഡോക്ടേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ ചാനൽ എല്ലാവരും കാണുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും വളരെ നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ വരുന്നവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഡോക്ടേഴ്സ്.